വർഷം 2004 ഡിസംബർ 26 രാവിലെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ആലസ്യത്തിൽ നിന്നും ലോകം ഉണരുന്നതേയുള്ളൂ. എന്നാൽ കുറച്ചു മണിക്കൂറുകൾക്കകം ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്ന് സംഭവിക്കാൻ പോകുന്ന ദിവസമാണ് അതെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല. ലോകത്തെ 14 രാജ്യങ്ങളിൽ 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ ആളുകളുടെ ജീവൻ കവർന്ന ആ വലിയ ദുരന്തത്തിൻ്റെ കഥ. നമ്മുടെ കൊച്ചു കേരളത്തിലെ തീരപ്രദേശങ്ങളായ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ എന്നിവിടങ്ങളിലായി ഏതാണ്ട് 236ഓളം പേരുടെ ജീവൻ അപഹരിച്ച രാക്ഷസ തിരമാലകളുടെ കഥ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായ സുനാമിയുടെ കഥ. ആ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഹിസ്റ്റോമീറ്ററിലേക്ക് സ്വാഗതം. സമയം രാവിലെ 7:58 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സുമാത്ര ദ്വീപിന്റെ വടക്ക് പൂർവ്വ ഭാഗത്തായി ഒരു ഭൂകമ്പം നടക്കുന്നു. റിക്ടർ സ്കെയിലിൽ 9.1 to 9.3 തീവ്രത കാണിച്ച ഒരു വലിയ ഭൂകമ്പം തന്നെയായിരുന്നു അത്. സമുദ്രത്തിനടിയിലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ കൂട്ടിയിടി കാരണമാണ് ഇത്തരത്തിലൊരു ഭൂകമ്പം ഉണ്ടായതെന്നാണ് ശാസ്ത്രീയമായി മനസ്സിലാക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത് സുനാമി തരംഗങ്ങളായി മാറുകയായിരുന്നു. ഈ തരംഗങ്ങളുടെ വേഗത ഏതാണ്ട് 800 km/h ആയിരുന്നു. ഈ തരംഗങ്ങളുടെ ഫലമായി ഏതാണ്ട് 30 അടി മുതൽ 50 അടി വരെ വലിപ്പമുള്ള തിരമാലകളാണ് ഉണ്ടായത്. നിമിഷങ്ങൾക്കകം തന്നെ അത് സുമാത്ര ദ്വീപിലെത്തി. ബാണ്ട അച്ചെ, സിയാല, മലബെ എന്നീ പ്രദേശങ്ങൾ അപ്പാടെ വിഴുങ്ങിക്കൊണ്ടാണ് സുനാമി കലിയടക്കിയത്. ഏതാണ്ട് 1,20,000 പേരോളം മരിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സുമാത്രയിൽ ഏതാണ്ട് 30 അടി മുതൽ 50 അടി വരെ ഉയർന്ന തിരമാലകൾ ശ്രീലങ്കയിൽ എത്തിയപ്പോഴേക്കും അത് 50 അടി മുതൽ 100 അടി വരെ ഉയർന്ന നിലയിലായിരുന്നു. ശ്രീലങ്കയുടെ പ്രധാന പാതകൾ, ഹോസ്പിറ്റലുകൾ, ഗ്രാമങ്ങൾ, വീടുകൾ എല്ലാം തന്നെ പൂർണ്ണമായും നശിച്ചു. ഏതാണ്ട് 40,000 മുതൽ 50,000 വരെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി പറയപ്പെടുന്നു. നദികളുടെ മലിനീകരണം കാരണം തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും ഇതുവഴിയും നിരവധി ആൾക്കാർ മരിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. മാസങ്ങളോളം വൈദ്യുതിയില്ലായ്മയും റോഡ് മാർഗങ്ങളുടെ നാശവും ആരോഗ്യരംഗത്തെ നഷ്ടവുമൊക്കെ ശ്രീലങ്കയ്ക്ക് കനത്ത തിരിച്ചടിയായി. മത്സ്യബന്ധന നഷ്ടം, കൃഷിനാശവുമൊക്കെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് രാജ്യത്തെ നയിച്ചു. ശ്രീലങ്കയ്ക്ക് കൊടുത്ത പ്രഹരത്തിന് ശേഷം സുനാമി ഇന്ത്യയിലേക്കാണ് വന്നത്. കേരളം, തമിഴ്നാട്, ആന്ധ്ര തീരങ്ങളിൽ സുനാമിയുടെ താണ്ഡവമായിരുന്നു. തമിഴ്നാട്ടിലെ തീരപ്രദേശങ്ങളായ ചഞ്ചല, പുതുക്കോട്ടൈ, നാഗപട്ടണം, ചെന്നൈ എന്നിവിടങ്ങളിലായിരുന്നു പ്രധാനമായും നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ഏതാണ്ട് 7,000 മുതൽ 8,000 വരെ മരണങ്ങൾ സംഭവിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ ചെന്നൈയിൽ മാത്രം 200 മുതൽ 300 വരെ ആളുകൾ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. റോഡുകൾ, പാലങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയിൽ പലതും ചെന്നൈക്ക് നഷ്ടമായി. കേരളത്തിലേക്ക് വന്നാൽ കൊച്ചി, ആലപ്പുഴ, കൊല്ലം, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. മത്സ്യബന്ധന മേഖല ഏതാണ്ട് പൂർണ്ണമായും നശിച്ചു. ഇന്ത്യയിലൊട്ടാകെ ഏതാണ്ട് 16,000-ലധികം ജീവനെടുത്ത രാക്ഷസ തിരമാല കേരളത്തെയും വെറുതെ വിട്ടില്ല. ഏതാണ്ട് 236 പേരുടെ ജീവനാണ് ആ തിരമാല കൈകൾ കവർന്നെടുത്തത്. 17,381 വീടുകൾ പൂർണ്ണമായും തകർന്നു. കേരളത്തിൽ ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടന്നതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ഈ മരണക്കണക്കുകൾ സംഭവിച്ച് പലതരത്തിലുള്ള പ്രചരണങ്ങളുണ്ട്. 600 മുതൽ 800 പേർ മരിച്ചുവെന്ന് ചില അനൗദ്യോഗിക കണക്കുകളുമുണ്ട്. ഇന്ത്യ, ഇന്തോനേഷ്യ, തായ്ലാൻഡ്, ശ്രീലങ്ക, മലേഷ്യ, ബർമ്മ, സിംബാബ്വെ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, കംബോഡിയ, മാലദ്വീപ്, ഒമാൻ, സൊമാലിയ, സൗത്ത് ആഫ്രിക്ക എന്നിങ്ങനെ 14ഓളം രാജ്യങ്ങൾക്കാണ് സുനാമി എന്ന ദുരിതം സമ്മാനിച്ചത്. കേരളത്തിലെ സർക്കാർ ഇടപെടലുകൾ ശക്തമായിരുന്നുവെങ്കിലും നിരവധി വീഴ്ചകൾ ഉണ്ടായി എന്നത് ഗുരുതരമായ ആഘാതങ്ങൾ സൃഷ്ടിച്ചു. സുനാമി ദുരന്തകാലത്ത് കേന്ദ്രം കേരളത്തിന് അനുവദിച്ചത് 1497.95 കോടി രൂപ. ഇതിൽ വിനിയോഗിച്ചതാകട്ടെ 62,13,00,000 രൂപ മാത്രം. പുനരധിവാസ പ്രവർത്തനങ്ങളിലെ പ്രതിസന്ധി, ആരോഗ്യ സേവനത്തിന്റെ അപര്യാപ്തത എന്നിവ എടുത്തു പറയേണ്ട വീഴ്ചകൾ തന്നെയാണ്.
ഏതാണ്ട് 20 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും പുനരധിവാസമോ നാശനഷ്ടങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമോ ലഭിക്കാത്ത പല കുടുംബങ്ങളും ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 2004-ലുണ്ടായ സുനാമിക്ക് ശേഷം ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ ഇപ്പോൾ പലതരത്തിലുള്ള മുൻകരുതലുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ശ്രീലങ്ക, ഇന്ത്യ, ഇന്തോനേഷ്യ, തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ടെക്ടോണിക് പ്ലേറ്റുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുവാനുള്ള സംവിധാനം സജ്ജീകരിച്ചു. ഭൂകമ്പങ്ങൾ, സമുദ്രതലത്തിലെ മാറ്റങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി മുൻകരുതലുകൾ നൽകാൻ ഇതുവഴി സാധിക്കുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റേഡിയോ, മൊബൈൽ ഫോൺ, SMS, ടെലിവിഷൻ എന്നിവ വഴി അതിവേഗത്തിൽ മുന്നറിയിപ്പുകൾ നൽകുവാൻ ഇതുമൂലം കഴിയുന്നു. ഫോണിൽ ഒരു അലേർട്ട് വരും. ആ അലേർട്ട് വരുമ്പോൾ സ്വാഭാവികമായും ഫോൺ സൈലൻ്റ് ആണെങ്കിൽ കൂടി ശബ്ദിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. രാജ്യത്ത് മൊത്തമായി നടപ്പാക്കുന്ന കോമൺ അലർട്ട് പ്രോട്ടോകോൾ സംവിധാനത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു സന്ദേശം നമുക്ക് വരുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളോ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫോൺ ശബ്ദിച്ച് നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു സംവിധാനം അതിൻ്റെ ഒരു ക്രമീകരണങ്ങളൊക്കെ നടന്നു വരികയാണ്. ഏതായാലും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മനുഷ്യർക്ക് കൂടുതൽ സംരക്ഷണം നൽകും എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇതുപോലുള്ള ചരിത്ര വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഹിസ്റ്റോമീറ്ററിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.